നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വർഷങ്ങളായി CPM ഭരിക്കുന്ന വാണിയംകുളം പഞ്ചായത്തിലുടനീളം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ പ്രേംകുമാർ. വർഷങ്ങളായി CPM ഭരിക്കുന്ന വാണിയംകുളം പഞ്ചായത്തിൽ ഉടനീളം ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ഇത് UDFന് ഗുണം ചെയ്യുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ പ്രേംകുമാർ പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി CPM നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത്. തീർച്ചയായും പഞ്ചായത്തിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഞങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പല സ്ഥലത്ത് പോയപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പഞ്ചായത്തിനോടുള്ള ജനങ്ങളുടെ ഒരു വേണ്ടത്ര വികസനമെത്തായ്മ, അതുപോലെ തന്നെ വികസനത്തിൽ വേണ്ടത്ര ഒരു കാഴ്ചപ്പാടില്ലാത്ത പദ്ധതികളാണ് ഇവരെല്ലാം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പുതിയ ചില കാഴ്ചപ്പാടുകളാണ്. ഇവിടെ ഒരുപാട് വികസനത്തിൻ്റെ മേഖലകൾക്ക് സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ്. തീർച്ചയായും അത് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള പല പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിക്കും. അതാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് തൊഴിൽ ഉണ്ടാക്കുക, വികസനം എത്താത്ത മേഖലയിൽ വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. പല സമയങ്ങളിലും ഇതിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം പോലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഇതുവരെ മെമ്പർമാരുണ്ടായിരുന്നില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പരമാവധി മെമ്പർമാരെ, എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സീറ്റുകൾ കിട്ടും, അതിൽ പരമാവധി മെമ്പർമാരെ ഞങ്ങൾ വിജയിപ്പിക്കും. ശക്തമായ മത്സരം തന്നെയാണ് എല്ലാ വാർഡുകളിലും ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നത്. നിലവിൽ BJP-യാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നത്. ഇത്തവണ പരമാവധി സീറ്റ് പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ജനങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന വിശ്വാസത്തിലാണ് ഇവർ. ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് അംഗീകാരം നൽകും, അവരെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ കൂടാതെ സംസ്ഥാന രാഷ്ട്രീയം എല്ലാവരും വിലയിരുത്തുകയാണെന്ന്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ജനങ്ങൾ നിരാശരാണ്. ഈ സംസ്ഥാനത്തിലെ താഴെത്തട്ടിലേക്കുള്ള ഒരു പെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രഖ്യാപിക്കുന്ന ചില പദ്ധതികളെപ്പറ്റി ജനം ബോധവാന്മാരാണ്. കാലാകാലങ്ങളായി നടത്താത്ത വികസന പ്രവർത്തനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെയുള്ളൊരു തീരുമാനം ജനങ്ങളെടുക്കും. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പരമാവധി വാർഡുകളിൽ ഇത്തവണ വാണിയംകുളത്ത് സീറ്റുകൾ നേടും. പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റേതായ ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. സംസ്ഥാന ഭരണത്തിലും കടുത്ത നിരാശയുള്ള ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇത് കാണിക്കുമെന്നും ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.